മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാസാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദനിര്യാപിതഭവതനുജം രാവണസ്താമഹർഷീത് തേനാത്തോപി ത്വമന്തഃ കിമപി ബുധമഥാസ്പതോപായലാഭാത്. ശൂർപ്പണഖയുടെ നാസാച്ഛേദവും ഹരദൂഷണാദികളുടെ വധവും ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വന്നത്. ഇനി ഈ ശ്ലോകത്തിൽ അതിൻ്റെ അനന്തരഫലമായിട്ട് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. സോദര്യ, സഹോദരിയാൽ, അതായത് രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയാൽ പ്രോക്ത വാർത്ത, പ്രോക്തമായ പറയപ്പെട്ട വാർത്ത വൃത്താന്തം, അതായത് ശൂർപ്പണഖയുടെ നാസികാച്ഛേദം ചെയ്ത വൃത്താന്തവും അതല്ലാതെ കണ്ട് മനുഷ്യരായിട്ടുള്ള 2 പേര് കാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് എന്നും അവരുടെ ഒപ്പം അതിസുന്ദരിയായിട്ടുള്ള ഒരു തരുണി ഉണ്ട് എന്നതും ആ സീതയെ രാവണന് ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ളതായ ശൂർപ്പണഖ അവളുടെ സൗന്ദര്യത്തിൻ്റെ ആധിക്യം, സൗന്ദര്യാതിരേകം, അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സോദര്യാ പ്രോക്ത വാർത്ത, ഇതാണ് വാർത്തകളൊക്കെ സോദരി പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ആ വാർത്ത കൊണ്ട് വിവശനായി തീർന്ന, അതായത് കാമാതുരനായിട്ട് തീർന്ന, അത്യധികമായ സീതയെ പ്രാപിക്കാനുള്ള മോഹം അത് അത്യധികമായി തീർന്നു രാവണന്. അങ്ങനെ അതാണ് വിവശൻ. അതുകൊണ്ട് വിവശനായി തീർന്ന, കാമാർത്തി കൊണ്ട് വിവശനായി തീർന്ന സോദര്യ പ്രോക്ത വാർത്താ വിവശ ദശമുഖ ആദിഷ്ടം, അങ്ങനെയുള്ളതായിട്ട് ദശമുഖൻ രാവണൻ. ആ രാവണനാൽ ആദിഷ്ടനായ, കൽപ്പിക്കപ്പെട്ട ദശമുഖാദിഷ്ട മാരീചനോടാണ് കൽപ്പിച്ചത്. രാവണൻ്റെ കൽപ്പനയനുസരിച്ച്, രാവണൻ്റെ കൽപ്പന കേട്ട് വന്നതായ മാരീചമായ, ആ മാരീചൻ്റെ മായാസാരംഗം, മായ കൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള സ്വർണമയമായ സാരംഗം, അങ്ങനെ ആ ഒരു മാനിൻ്റെ വേഷം കെട്ടി മാരീചൻ വന്നു രാവണൻ്റെ ആജ്ഞപ്രകാരം. അങ്ങനെ രാവണൻ്റെ ആജ്ഞപ്രകാരം പൊന്മാനായിട്ട്, മാനായിട്ട് പൊന്മാനായിട്ട് വന്നതായ ആ സാരംഗം സോദര്യ പ്രോക്ത വാർത്താ വിവശ ദശമുഖാദിഷ്ട മാരീചമായാസാരംഗം, അങ്ങനെയുള്ളതായ ആ മാരീചനായ മാരീചൻ വേഷം മാറി വന്നതായിട്ടുള്ള ആ മാരീചനെ, മാന ആയിട്ട് വന്നതായിട്ടുള്ള ആ മാരീചനെ സാരസാക്ഷ്യാ സ്പൃഹിതം, സാരസാക്ഷിയാൽ സ്പൃഹിതമായി ആഗ്രഹിക്കപ്പെട്ടു. അതിനെ കണ്ടപ്പോൾ മോഹിച്ചു സീത എന്നാണ്. സാരസാക്ഷിയായിട്ടുള്ള സീതയാൽ ആഗ്രഹിക്കപ്പെട്ടതായിട്ട്, സാരസാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരസം ഒരു പക്ഷി വിശേഷമാണ്. ആ പക്ഷി വിശേഷത്തിൻ്റെ അക്ഷി പോലെയുള്ളതായ കണ്ണുകൾ, അതിൻ്റേതുപോലെയുള്ളതായ കണ്ണുകളോടുകൂടി മനോഹരങ്ങളായ നേത്രങ്ങൾ, ആ നല്ല ഭംഗിയുള്ള കണ്ണുകളോട്, അത് സുന്ദരി എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സാരസാക്ഷ്യാ സ്പൃഹിതം, അങ്ങനെ സീതയാൽ ആഗ്രഹിക്കപ്പെട്ടതായ ആ മാനിനെ സ്പൃഹിതം സാരംഗം, സാരസാക്ഷിയായ സീതയാൽ സ്പൃഹിതമായ ആഗ്രഹിക്കപ്പെട്ടതായ സാരംഗത്തെ, ആ സാരംഗത്തിൻ്റെ വിശേഷണമാണ് നേരത്തെ പറഞ്ഞത്. സോദര്യ പ്രോക്ത വാർത്താ വിവശ ദശമുഖാദിഷ്ട മാരീചമായാസാരംഗം എന്ന് പറഞ്ഞത് ആ സാരംഗത്തിൻ്റെ ആയിട്ടാണ് പറഞ്ഞത്. ആ കഥ മുഴുവനെ ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിച്ചു. ശൂർപ്പണഖ വന്നവിടെ രാവണൻ്റെ അടുത്ത് പറഞ്ഞതും വിവരങ്ങളൊക്കെ പറഞ്ഞതും, രാവണൻ കാമാന്ധനായിട്ട് മാരീചൻ്റെ സമീപത്ത് ചെന്ന് മാരീചനെ ശാസിച്ചതും, അതായത് എന്നെ കൽപ്പിച്ച് അയച്ചു
അല്ലെങ്കിൽ ഞാനിപ്പോൾ വെട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ അങ്ങനെ രാവണൻ്റെ ആജ്ഞപ്രകാരം സാരംഗമായിട്ട് വന്ന മാനായിട്ട് വന്ന ആ മാരീചനെ സ്പൃഹിതം സാരസാക്ഷിയാ സാരസാക്ഷിയായ സീതയാൽ ആഗ്രഹിക്കപ്പെട്ടതായി. അതിനെ സാരസാക്ഷ്യാ സ്പൃഹിതം അനുഗത അതിൻ്റെ പിന്നാലെ പോയി, ഈ മാനിൻ്റെ പിന്നാലെ പോയി. പിന്നാലെ പോയിട്ട് അനുഗത പ്രാവധീർ ബാണഘാതം പ്രാവധീഹി അങ്ങ് വധിച്ചു. എങ്ങനെയാ വധിച്ചത്? ബാണഘാതം, ബാണം കൊണ്ട് ഹനിക്കത്തക്ക വിധത്തിൽ ഹനിച്ചു എന്നാണ്, വധിച്ചു എന്നാണ്. അതായത് ബാണം കൊണ്ട് മരിക്കുന്നത് വരെ ബാണം അയച്ച് കൊന്നു എന്നർത്ഥം. മാനിനെ വധിച്ചു. പ്രാവധീഹി ബാണഘാതം എന്ന് വെച്ചാൽ ബാണം കൊണ്ടുള്ളതായിട്ടുള്ള ഹനനം. ആ ഹനനം വരെ ബാണം പ്രാവധി ചെയ്ത് ബാണം കൊണ്ട് അമ്പ ഇത് വധിച്ചു എന്ന്. പ്രാവധീഹി ബാണഘാതം. തന്മായാക്രന്ത നിർയാപിത ഭവതനുജം. തന്മായാക്രന്തം, ആ മാരീചൻ്റെ തച്ഛബ്ദം അവിടെ മാരീചനെ ഉദ്ദേശിക്കുകയാണ്. തന്മായ, ആ മാരീചൻ്റെ മായയായിട്ടുള്ള ആക്രന്തം, കളവായിട്ടുള്ള ആക്രന്തം, നിലവിളി. തന്മായാക്രന്ത നിർയാപിത ഭവതനുജം, നിർയാപിതയായ അനുജനോട് കൂടിയതായ അവളെ. നിർയാപിത ഭവതനുജ യയാ താം എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ വിഗ്രഹം പറയുമ്പോൾ. ഞാൻ ആ തരത്തിലേക്ക് പോണില്ല. നിർയാപിത ഭവതനുജം, അങ്ങയുടെ അനുജനായ ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ആര്? സീത. അങ്ങനെയുള്ള അനുജനെ പറഞ്ഞയച്ചതായ സീതയെ എന്നാണ് അവിടെ അന്വയിക്കേണ്ടത്. നിർയാപിത ഭവതനുജം, നിർയാപിതനായ പറഞ്ഞയക്കപ്പെട്ടതായ, പുറത്തേക്ക് അയക്കപ്പെട്ടതായ രാമൻ്റെ ആക്രന്ദനമാണ് എന്ന് ധരിച്ച് അത് അന്വേഷിക്കാനായിട്ട് സീത ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ഇതൊക്കെ കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് വിസ്തരിച്ചൊന്നും ഞാൻ പോണില്ല. പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ശ്ലോകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അത് കാരണം അതിൻ്റെയൊക്കെ ആവശ്യമില്ല ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പം അങ്ങനെ ആ മാരീചൻ്റെ മായാക്രന്തം കൊണ്ട്, മായയാ ഉള്ളതായിട്ട് കളവായിട്ടുള്ള ആ ആക്രന്ദനം, നിലവിളി, ആ നിലവിളി കൊണ്ട്, അതായത് കളവായിട്ടുള്ള നിലവിളി വെച്ചാൽ മാരീചൻ്റെ നിലവിളിയായിട്ടല്ല, നിലവിളി ഉണ്ടായത് രാമൻ്റെ നിലവിളിയായിട്ടാണ്. ലക്ഷ്മണനോട് തന്നെ രക്ഷിക്കാനായിട്ട് വിളിച്ചു പറയുന്ന മാതിരിയാണ് മാരീചൻ നിലവിളിച്ചത് എന്നാണ്. അപ്പം അതാണ് മായാക്രന്തം എന്ന് പറയാൻ കാരണം. മായയാ ഉള്ളതായിട്ടുള്ള ആക്രന്ദനം, നിലവിളി, അത് തെറ്റായിട്ടുള്ള നിലവിളിയാണ്, സ്വതയുള്ളതായിട്ട് നിലവിളിയല്ല, രാമൻ്റെ സ്വരത്തിലുള്ളതായ നിലവിളിയായിരുന്നു അത്. അതാണ് ആ മായാക്രന്തം. അത് കേട്ടിട്ട് നിർയാപിതനായ സീത ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ഭവതനുജനെ പറഞ്ഞയച്ചതായ സീത, അതാണ് ഭവതനുജാം എന്ന നമ്മുടെ സ്ത്രീലിംഗം. അനുജനെ പറഞ്ഞയച്ചതായ സീതയുടെ വിശേഷണമായിട്ടാണ്. ഭവതനുജാം രാവണ താം അഹാർഷീഹി, അപ്രകാരമുള്ള ആ താം സീതയെ രാവണ അഹാർഷീത്, രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. ശൂർപ്പണഖ, രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സീതയുടെ സൗന്ദര്യത്തിൽ മോഹിതനായിട്ട് കാമാർത്ഥനായി തീർന്ന ദശമുഖൻ രാവണൻ ആജ്ഞാപിച്ചതനുസരിച്ച് മാരീചൻ സാരംഗവേഷത്തിൽ പൊന്മാനായിട്ട് രാമൻ്റെ സമീപത്ത് വന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള സാരംഗം സാരസാക്ഷിയാ സ്പൃഹിതം. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള മാനിനെ സാരസാക്ഷിയായ സീത ആഗ്രഹിച്ചു, മോഹിച്ചു, അതിനെ കണ്ട് മോഹിച്ചു. അങ്ങനെ ആ മോഹിച്ചത് കൊണ്ട് ആ മാനിനെ പിന്തുടർന്നതായിട്ടുള്ള സ്പൃഹിതം അനുഗത, അദ്ദേഹത്തെ ആ മാരീചനെ പിന്തുടർന്നതായിട്ടുള്ള ശ്രീരാമൻ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീഹി ബാണഘാതം, ബാണം കൊണ്ട് ആ മരിച്ചതുവരെ ബാണം കൊണ്ടുള്ളതായിട്ട് മരണം സംഭവിക്കത്തക്ക വിധത്തിൽ അവനെ വധിച്ചു എന്നാണ് അവിടെ അർത്ഥം. പ്രാവധീഹി ബാണഘാതം. എന്നിട്ട്
തൻ മായാക്രന്ദം, ആ മാരീചന്റെ മായാക്രന്ദം, രാമനാണ് എന്ന നിലയിലുള്ളതായിട്ടുള്ള രാമൻ്റേതായിട്ടുള്ള നിലവിളി, ഉണ്ടാക്കിയതായ നിലവിളി, അതുകൊണ്ട് അത് കേട്ട് നിർയാപിത ഭവതനുജാം, നിർയാപിതനായി തീർന്നു അങ്ങയുടെ അനുജനായ ലക്ഷ്മണൻ. ആ അനുജനായ ലക്ഷ്മണനെ സീത അന്വേഷണത്തിനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അന്വേഷണത്തിനായി പറഞ്ഞയച്ചതായ അവസരത്തിൽ ആ സീതയെ, അങ്ങനെ പറഞ്ഞയച്ചതായ സീതയെ എന്നാണ് എടുക്കേണ്ടത്. ഭവതനുജാം എന്ന് നമ്മുടെ സ്ത്രീലിംഗമായിട്ടാണ് പ്രയോഗം. അപ്പോൾ അത് പറഞ്ഞയച്ചതായ സീതയുടെ വിശേഷനാണ്. താം, അവളെ രാവണ അഹാർഷീത്, രാവണൻ അപഹരിച്ചു. എന്നിട്ട് തേന ആർത്തഹ അഭി, തേന, അതുകൊണ്ട് രാവണൻ സീതയെ അപഹരിച്ചു എന്ന് തിരിച്ചു വന്നപ്പോൾ കാണാനില്ല. അപ്പം അതുകൊണ്ട് ആർത്തനായി തീർന്നു. എങ്കിലും തേന ആർത്തഹ അഭി, അതുകൊണ്ട് ദുഃഖിതനായിരുന്നു. എങ്കിലും തേനാർത്തോപി ത്വം അന്തഹ, അങ്ങ് അങ്ങയ്ക്കിടെ ഉള്ളിൽ കുറച്ചൊരു സന്തോഷം കൂടി ഉണ്ടായി എന്നാണ്. തേനാർത്തോപി ത്വമന്ത കിമപി മുദമഥാഹ, കിമപി കുറച്ചൊന്ന് സന്തോഷിച്ചു എന്നാണ്. മുദം അഥാഹ, അങ്ങ് കുറച്ചൊന്ന് സന്തോഷിച്ചു. അതിനെന്താ കാരണം? തേനാർത്തോപി ത്വമന്ത കിമപി മുദമഥാസ്തദ്വധോപായലാഭാൽ, തദ്വധോപായലാഭാത്, ആ രാവണനെ വധിക്കാനുള്ള ഉപായം ലഭിച്ചു എന്നതുകൊണ്ട്, തദ്വഹം, ആ രാവണന്റെ വധം, ആ രാവണനെ വധിക്കാനുള്ളതായ ഉപായം, തദ്വധോപായ ലാഭാത്, ലാഭം കൊണ്ട് ആ ഉപായം ലഭിച്ചു എന്നതുകൊണ്ട്. അതായത് വെറുതെ ചെന്ന് രാവണനെ യുദ്ധം ചെയ്ത് അങ്ങോട്ട് കൊല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അവതാരം, ശ്രീരാമ അവതാരം തന്നെ. അപ്പം അങ്ങനെ ഒരു കാരണവും കൂടാതെ കണ്ട് തന്നോടൊരു ദ്രോഹവും ചെയ്യാതെ കണ്ടിരിക്കുന്നതായിട്ടുള്ള ആ രാവണനെ പോയി വധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം അവിടെ ഒരു ഉപായം കിട്ടി. എന്താണ്? തൻ്റെ പത്നിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി അതിന് പ്രതികാരം ചെയ്യാൻ എന്നുള്ള നിലയിൽ അവിടെ ചെന്ന് യുദ്ധം ചെയ്യാനുള്ളതായ അവസരം കിട്ടി. അതിനുള്ളതായിട്ടുള്ള ഒരു ഉപായം വന്നു ചേർന്നു. ആ ഉപായം വന്നു ചേർന്നത് ഇതുകൊണ്ട് കുറച്ചൊന്ന് സന്തോഷമുണ്ടായി എന്നാണ്. കിമപി മുദമഥാഹ, അതുകൊണ്ട് കുറച്ചൊന്ന് സന്തോഷിക്കുകയും മുദത്തെയും ധരിച്ചു, മുദത്തെയും ഉണ്ടാക്കി സന്തോഷത്തെയും വഹിച്ചു. കുറച്ചൊന്ന് സന്തോഷം കൂടി ശ്രീരാമന് ഉണ്ടായി എന്നാണ് പറയണത്. പുറമേ നല്ലോണം സങ്കടം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആർത്തനായിരുന്നു, പുറമേ നല്ല ആർത്തനായിരുന്നു. എങ്കിലും ആ രാവണനെ വധിക്കാനുള്ളതായ ഉപായം ലഭിച്ചു എന്നതുകൊണ്ട് കുറഞ്ഞൊന്നുള്ളിൽ സന്തോഷിക്കുകയും ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം കൂടി ചെല്ലാം. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതം അനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവതനുജം രാവണസ്ഥാ മഹർഷി തേനാർത്തോപി ത്വമന്ത കിമപി മുദമഥാസ്തദ്വധോപായ ലാഭാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കേട്ടു വൃത്താന്തമെല്ലാം അവർജമൊഴിയാൽ രാവണൻ നാശയായി, മാരീജന്മാനുമായി സരസിജമൊഴിയാൽ രാമനമ്പെയ്തു കൊന്നു. വ്യാജാക്രാന്താലയച്ചങ്ങനുജനയുടനെ രാവണൻ സീതയെ കട്ടാതങ്കം കാട്ടിരാമൻ വഴി അവനെ വധിക്കാനഹോ വന്ന മോദാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.